നമ്മുടെ നാട് കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഇവിടെ പല കാര്യങ്ങളും നടക്കില്ല, ഒന്നും നേരെ ചൊവ്വേ നടക്കില്ല, ഇതൊന്നും കേരളത്തിന് പറ്റിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിച്ചവരും പരിഹസിച്ചവരുമുണ്ടായിരുന്നു. പക്ഷേ ആ ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും നമ്മൾ മറുപടി നൽകിയത് ഇതുപോലുള്ള അനേകം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ്. ഇവിടെ പലതും നടക്കും എന്ന് തന്നെ എല്ലാവരും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയും. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. രണ്ടാം ഘട്ടം യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ടമല്ല, ഇവിടെ സൂചിപ്പിച്ചു 2, 3, 4 ഘട്ടങ്ങൾ ഒന്നിച്ച് ചേർത്തുകൊണ്ട് രണ്ടാം ഘട്ടമായി പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ അദാനി പോർട്സും നല്ല സഹകരണാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് നേരത്തെ കരുണാദാനിയും ഇവിടെ വ്യക്തമാക്കിയത്. ഇവിടെ നാം കാണേണ്ട കാര്യം, ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക നട്ടെല്ലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഭീമൻ കപ്പലുകൾ ഇവിടത്തേക്ക് വരികയാണ്. നേരത്തെ കൊളംബോ, സിംഗപ്പൂർ മുതലായ ഇടങ്ങളിൽ മാത്രം പോയിരുന്ന കപ്പലുകളാണ് ഇവിടത്തേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരം ലഭ്യമാക്കാനാകും. വലിയ തോതിലുള്ള പ്രാദേശിക വികസനവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. ഇവിടെ മാത്രമല്ല, കേരളത്തിനാകെ ഇതിൻ്റേതായ ഗുണം ലഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചരക്ക് നീക്കത്തിന് നാം നേരത്തെ മറ്റുള്ളവരെ ആശ്രയിച്ചതായിരുന്നു. ആ കാലം അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ലോജിസ്റ്റിക് മേഖലയിൽ കേരളം ഇന്ന് ഒരു പ്രധാന ശക്തിയായി മാറാനാണ് പോകുന്നത്. ഇതൊരു വെറും പറച്ചിലല്ല, നാം കൺമുന്നിൽ കാണുന്ന യാഥാർത്ഥ്യമാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായതോടെ ആഗോള കപ്പൽച്ചാലിൽ കേരളത്തിൻ്റെ പേര് സുവർണ ലിപികളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രതിവർഷം 10 ലക്ഷം TUE ആയിരുന്നു ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞത്തിൻ്റെ ശേഷിയായി കണക്കാക്കിയത്. പക്ഷേ 10 മാസം കൊണ്ട് ഈ ലക്ഷ്യം ഈ പോർട്ടിന് മറികടക്കാനായി. ഇത് ലോകത്തൊരു പോർട്ടിനും അവകാശപ്പെടാനാവാത്ത
നേട്ടമാണ്. ലോകോത്തര നിലവാരത്തിലുള്ള ഓട്ടോമേഷൻ സാങ്കേതികവിദ്യയും ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമവുമാണ് ഈ നേട്ടത്തിന് ഇടയാക്കിയത്.